ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് കാലമായിട്ടുണ്ട് നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. നമ്മൾ ചെറിയൊരു ബിസി പരിപാടിയൊക്കെ അതുകൊണ്ട് നമ്മൾ ചെടിമൊക്കെ വല്ലാതെ അങ്ങനെ ശ്രദ്ധിക്കലില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് അടിപൊളി ഏകദേശം 1 മന്തിൻ്റെ മുകളിലായിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് തന്നെ വിടണം എന്ന് കരുതി. പക്ഷേ നമ്മൾക്ക് ഓരോ സാഹചര്യം കൊണ്ട് നമ്മൾ ഓരോ പരിപാടി കൊണ്ട് ഇങ്ങനെ വിട്ട് പോയതാണ്. അപ്പോൾ എടുത്ത് വെച്ചതെല്ലാ ചെടി ജസ്റ്റ് ഒന്ന് വിട്ടു എന്നുള്ളൂ. നമ്മളെല്ലാ ചെടികളും അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മൾ നാടൻ വെറൈറ്റികൾ തന്നെ അത്യാവശ്യം നല്ല പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നാടൻ ആയാലും ഹൈബ്രിഡ് ആയാലും ഒക്കെ ഓരോന്നിനും ഓരോ ഭംഗിയുണ്ട് പറഞ്ഞ പോലെയാണ്. അങ്ങനെ എല്ലാത്തിനും നല്ല അടിപൊളി തന്നെ പൂക്കളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ നിലത്ത് നട്ടയിൽ പെട്ടതാണ്. ഒരു ലോങ് ആയിട്ട് കാണുമ്പോൾ ഈ വേനൽക്കാലത്ത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ചെടിയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ബൊഗൻവില്ല. നമ്മളിവിടെയാണ് ഏറ്റവും അത്യാവശ്യം നല്ല വെയിലുള്ളൊരു ഏരിയയാണ് നമ്മൾ ഈ ഒരു ഏരിയ. കാരണം ഇവിടെ വേറെ ഒരു ചെടികളും അങ്ങനെ നിൽക്കില്ല. കാരണം എന്താ ചോദിച്ചാൽ അങ്ങനെയാണ്, വെയിൽ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ, വേറെ ഒരു സംഭവമില്ല. കാരണം ഒരു തണലൊരു മരം പോലും ഇല്ല. അപ്പോൾ നമ്മളെ അടുത്ത് കുറേ ഹൈബ്രിഡ് പല മോഡലും ഇതൊക്കെ ഉണ്ട്. ഇത് കലാത്തിയ വെറൈറ്റികളും എല്ലാ അഗ്ലോണിമ എല്ലാ ഐറ്റംസുകളും ഉണ്ടായിന്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് മാറിയപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണങ്ങി പോയതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു ചെടിയായിട്ടാണ്. പിന്നെ ഇതിമേലാണ് നമ്മൾ നോക്കിയത്. ഇതും അടീനിയാണ്, ഇവിടെ വായുള്ളൂ എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ബഞ്ചായിട്ട് പൂടുക എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഇതാണ് ബഞ്ചായിട്ട് പൂടുന്നത്. ഇതിലങ്ങനെയാണെന്ന് നമ്മൾ നിലത്ത് നട്ടില്ല, നമ്മളെ ഒരു വളമയും ചെയ്യില്ല. നമ്മളെ വർഷാവർഷം ബ്രൂണിങ് ചെയ്യും. നല്ല ബ്രൂണിങ്, അതായത് ഹാർഡ് ബ്രൂണിങ് അറിയല്ലോ, അങ്ങനെ ചെയ്യും. എന്നാലും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ പെട്ടെന്ന് വളർന്ന് വരും കേട്ടോ. ഒരു വളമേ കാര്യങ്ങളോ ഒന്നിട്ടും കൊടുക്കണ്ട. പക്ഷേ ഇതിൻ്റെ ബാക്കികളൊക്കെ നമ്മൾ ചട്ടിയിലും നട്ടിട്ടുണ്ട് കേട്ടോ. ബഞ്ചായിട്ട് ഇതുപോലെയാണ് കാണാൻ തന്നെ ഒരു ലുക്കാണ് വിട്ടെന്ന് കാണുമ്പോഴോ. പക്ഷെ ഇതുപോലെ വേറെയുള്ള എല്ലാ കളറുകളും ഉണ്ട്. അതൊന്നും ഇതുപോലെ പൂട്ടിട്ടില്ല. നോർമലി ഒരു പൂക്കൾ മാത്രമേ ഇതിൽ തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതൊരു പർപ്പിൾ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത്. നമ്മൾ അത്യാവശ്യം എല്ലാ കളറും നിലത്ത് നമ്മൾ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ വേറൊരു കളറും കൂടി കണ്ടാൽ നമ്മൾ ബഞ്ചായിട്ട് പൂക്കിടയിൽ പെട്ടതാണ്. ഇത് ഒരു ഉണ്ടതിനും പേരുണ്ട്. ഇതിൻ്റെ ഒരു 3 കളർ വെറൈറ്റിയാണ് നമ്മളെ കയ്യിലുള്ളത്. ഇത് നമ്മൾ ചട്ടിയിൽ വെച്ചതാണ്. ചട്ടിയിൽ വെച്ചിൽ ഏകദേശം പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ എപ്പോഴുള്ള പൂക്കളൊന്നും കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. കണ്ട, അതൊരു ഓറഞ്ച്, ഫസ്റ്റ് ഒരു ഓറഞ്ച് കരം, പിന്നെ ഒരു യെല്ലോ ഓറഞ്ച്, ഒരു പിങ്ക്, എല്ലാം കൂടി ഒരു ഷെയ്ഡ് മിക്സ് ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണിത്. ഇതിലും വലിയ പൂക്കളൊന്നും ഇല്ല. പൂക്കളൊക്കെ ഏകദേശം കൊഴിഞ്ഞു പോണ ടൈമായിരുന്നു ഇത്. അപ്പോഴും നമ്മളിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം എടുത്ത് പുറത്തിറങ്ങിയത്. ഇതിന് ഇനി മറ്റേ കളർ, ഒരു വൈറ്റും പിങ്കും കൂടി ഒരു ഗ്രീൻ എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണിത്. എല്ലാം നമ്മൾ കട്ടിങ്സ് നട്ടതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഇതിലൊന്നും നമ്മൾ വാങ്ങി നട്ടിട്ടില്ല. നമ്മൾ ഈ നാടൻ വെറൈറ്റിയിലും ഇത് നാടനാണെന്ന് നമ്മൾ പറയണില്ല. കാരണം കട്ടിങ്സ് നട്ടിട്ടാണ് നമ്മൾ ഇത്രത്തോളം പിടിപ്പിച്ചിട്ടുള്ളത്. എല്ലാം നമ്മൾ മഴക്കാലമാണ് നമ്മൾ കട്ടിങ്സ് പിടിപ്പിച്ചല്ലേ. അതാകുമ്പോൾ നമുക്ക് സിമ്പിളാണ് കട്ടിങ്സ് പിടിപ്പിക്കാനും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് തന്നെ വരും ചെയ്യും. നമ്മൾ ഇവിടെ അപ്പോൾ അടീനിയം ബൊഗൻവില്ല മാത്രമാക്കി തിരിച്ചിട്ടുണ്ട്. നമ്മൾ കവർ പ്ലാന്റ് ചെയ്തിട്ട് കവറിൽ നമ്മളിങ്ങനെ കട്ടിങ്സ് നട്ട് വെച്ചതാണ്. ഇത് സാധാ നാടൻ വെറൈറ്റി, നമുക്കിങ്ങനെ സിമ്പിളായിട്ട് നടാൻ പറ്റിയത് ഈ ഒരു നാടൻ വെറൈറ്റി മാത്രമാണ്. അതും നമ്മൾ കട്ടിങ്സ് മറ്റേത് ഹൈബ്രിഡുകളൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കട്ടിങ്സ് പിടിപ്പിക്കാനും കഴിയില്ല കേട്ടോ. എന്നാലും പിടിപ്പിക്കാം, പക്ഷെ അത്ര ഈസി ആയിട്ട് പിടിപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് 2 കളറും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടില്ല. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കുഞ്ഞിതിൽ തന്നെ പൂക്കളിടും ചെയ്യും. നമ്മളൊരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പടർത്തി വിട്ടതാണ്. ഒന്നെങ്കിൽ ഇവിടുന്ന് പടർത്തി ഒഴിവാക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ വളർത്താമെന്ന് കരുതിയിട്ടുണ്ട്. ഇതെല്ലാം നാടൻ വെറൈറ്റികളാണ്, എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ. നാടൻ വെറൈറ്റിയിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് ബൊഗൻവില്ല പിടിപ്പിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്താ വെച്ചാൽ നാടൻ വെറൈറ്റി പിടിപ്പിക്കുക എന്നാണ്. അത് പിടിച്ച് നമുക്ക് നല്ല അതിൻ്റെ ഒരു പ്രാക്ടീസ് ആയിട്ടാണ് നമുക്ക് ഹൈബ്രിഡ് നമുക്ക് തിന്നിട്ട് കാര്യമല്ലോ. അല്ലെങ്കിൽ അത് നോക്കാം, നമ്മൾ തന്നെ പല അത്രമാർ ഹൈബ്രിഡുകൾ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. പോയാൽ പിന്നെ നമുക്ക് പിടിപ്പിച്ചാൽ കിട്ടാനും കുറച്ച് പണിയാണ്. അതിന് മുമ്പേ നമ്മൾ കട്ടിങ്സ് മാറ്റി നടണമെന്നേ ഉള്ളൂ. പക്ഷെ നട്ടാലും 100-ൽ ഒരു 80% അത് പിടിക്കുള്ളൂ. ഇതാകുമ്പോൾ എങ്ങനെ മഴക്കാലത്തൊന്നും നമുക്ക് കട്ടിങ്സ് നട്ടാലും പിടിക്കും. ഇതൊക്കെ കണ്ടില്ലേ, ഇല ഇങ്ങനെ നമ്മൾ ഇല പറിച്ചിട്ടതല്ല കേട്ടോ. അതിൽ വളമയും കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇലയൊക്കെ പോയതാണ്. അപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ പൂക്കളൊന്നും വല്ലാതില്ല.
ഇതൊക്കെ ഒന്ന് മണ്ണ് മാറ്റി ഒന്ന് സെറ്റാക്കാനുണ്ട്. നമുക്ക് ഈ അടുത്ത മഴക്കാലത്താണ് നമ്മളതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹൈബ്രിഡുകൾ നമ്മൾ കുറേ ചെറിയ കുഞ്ഞു ചട്ടിയിലല്ലേ അത് നമ്മളെ ചട്ടികളൊക്കെ അത്യാവശ്യം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് ഇനി അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ ചട്ടി മാറ്റണതും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരണ്ട്. കാരണം ചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട്, നമുക്കൊരു ടൈം കിട്ടിയിട്ടില്ല. അത് മാറ്റി നടുക എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഹൈബ്രിഡുകൾ നമ്മളെ സ്വർണ്ണമൊക്കെ പുതിയ പണ്ടൊരു പേപ്പർ ഉണ്ടായില്ലോ സ്വർണം ഇതില്ല, ആ ഒരു കളറാണിത്. എല്ലാം ഓരോ ഭംഗി പറയും പോലെയാണ് കാണാൻ. പിന്നെ നമുക്കൊരു പുതിയൊരു ഇനം വെറൈറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വെറൈറ്റി കളറ്, ഈ ഒരു ബഞ്ചായിട്ടൊരു തലപ്പിൽ മാത്രം പൂടുന്ന ഇതാണ് ആ കളറ്. നമുക്ക് ഇപ്രാവശ്യം കിട്ടിയതാണ്. അങ്ങനെ നമ്മളെ ഈ ടൈമിൽ നമ്മുടെ ബൊഗൈൻവില്ല ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലേനു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന് ഏത് പൂക്കൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അത്യാവശ്യം നല്ല അടിപൊളിയൊക്കെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങി ഉഷാറൊന്നും ഇപ്പം ഇല്ലയെന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇനി കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല സെറ്റാക്കണം എന്നുള്ളത്. കാരണം ഇപ്പോൾ അത്യാവശ്യം ഇത് വാങ്ങിയ ടൈമിലുള്ള ഇൻട്രസ്റ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് വേറെ ചെറിയൊരു പരിപാടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിമൊക്കെ തിരിഞ്ഞതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോയത്. നമുക്ക് വാങ്ങിയതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഇത് കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇതൊന്നും കൂടി ഇതിനെ ശ്രദ്ധിക്കാനുള്ള പരിപാടികളാണ്. ഇത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ പല കളറുകളും ഉണ്ട് കേട്ടോ. അതിൻ്റെ നമ്മളെ കയ്യിലിപ്പോൾ രണ്ടാമത്തെ കളർ ഇപ്പോൾ കൈ കിട്ടിയിട്ടുള്ളൂ. ഇതൊരു ഡാർക്ക് പിങ്കും ആയി വരും. ആദ്യം ഒരു യെല്ലോ കളർ, പിന്നെ ഒരു ഡാർക്ക് പിങ്ക് ആയിട്ട് അങ്ങനെയാണ് മാറി വരലാണ്. ഇതിൻ്റെ ഒരു 3 തൈ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റിയാണ്. ഇതൊക്കെ ഉണ്ടായി ഇലയും തൂമ്പും ഒന്നും ഇല്ലാത്ത അങ്ങനെ ഒരു ജസ്റ്റ് ഒരു 2-3 പൂക്കൾ പറഞ്ഞ മാതിരിയാണ്. നമ്മൾ ഹൈബ്രിഡ് ഇനി കാണിക്കണമൊക്കെ നമ്മുടെ ഹൈബ്രിഡുകളാണ്. ഇത് റൂബി റെഡാണ്. ഇത് ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരൊക്കെ നമ്മൾ ജസ്റ്റ് ഇടയ്ക്ക് മറക്കുന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ഇതിമ മാത്രമേ ഉള്ളൂ പൂ. ഇത് നമ്മൾ ഗ്രാഫ്റ്റിൽ ആ ഒരു കളറിൽ മാത്രമേ അത്യാവശ്യം പൂക്കളുള്ളൂ. നമ്മൾ ഇത് ഗോൾഡൻ സൺഷൈനാണ്, അയിമൽ തന്നെ ഉള്ള ഗ്രാഫ്റ്റിലുള്ളതാണ്. ഇതും ഒരു വെറൈറ്റിയാണ്. ഇതിൽ പൂക്കൾ കുറവാണ്. കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോൾ പൂവിടുന്നുണ്ട്, നമ്മൾ കുറച്ചൊരു വളവും കാര്യമൊക്കെ ഒന്നും ഇട്ട് കൊടുക്കാതെ നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കാതെ വെച്ചതുകൊണ്ടാണ് ഇതിനു പറ്റിയ കേട് എന്നാണ് നാം വിചാരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഇനി അടുത്ത ഈ ഒരു വേനൽക്കാലം കഴിഞ്ഞതിന് മുമ്പ് തന്നെ നമുക്കതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സെറ്റാക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഏകദേശം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഒന്നാണ് ആക്കും. ഈ വീഡിയോ കഴിഞ്ഞിട്ടാണ് കുറച്ച് വളവും കാര്യമൊക്കെ നമുക്ക് വാങ്ങിയിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെറ്റാക്കണം. ഇതിനൊന്നും ഇലയൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളെ ഫ്ലെയിം റെഡാണ്. ഫ്ലെയിം റെഡിൽ കണ്ടില്ല, ആകെ ഒരൊറ്റ പൂ, 1-2 പൂക്കൾ മാത്രം, ഒന്നുമില്ല. അതിൻ്റെ തടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലായി ഒരു ഹെൽത്തി അല്ലാത്ത ചെടിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഇപ്പോൾ നമ്മളിങ്ങനെ ചെടി ശ്രദ്ധിക്കാറേ ഇല്ല പറഞ്ഞാൽ ശ്രദ്ധിക്കലെന്നല്ല. നമ്മൾ ഫയറോപ്പാൽ ഓറഞ്ചാണ്. ഇതൊക്കെ കുഞ്ഞ് ചട്ടിയിലുണ്ട്. ഒന്നാമത് ഈ ചട്ടിയിലൊക്കെ വേരോടി ഏകദേശം ഒരു 1 ഇയർ ആയിട്ടുണ്ടല്ലോ ഈ ചട്ടിയിൽ തന്നെ ഇരിക്കൽ തുടങ്ങിയിട്ട്. അന്ന് ചിലത് കുഞ്ഞ് കവർ പ്ലാന്റ് വാങ്ങിയതായിരുന്നു. ഈ ഫയറോപ്പാൽ നമ്മൾ വാങ്ങിയതല്ല കേട്ടോ. കാരണം നമ്മളവിടെ ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ വന്ന ഒരു സംഭവമാണ് ഫയറോപ്പാൽ ഓറഞ്ച്. അതിൽ കട്ടിങ്സ് ഒന്ന് വെച്ചതാണ്. നമ്മളെ ചില്ലി യെല്ലോ ആണ്. യെല്ലോയിൽ മാത്രം പൂവുണ്ട്. അതും ഇലകളൊന്നുമില്ല, ആകെ 2-3 പൂവ് പറയുമ്പോൾ തന്നെയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്നുകൊണ്ട് സെറ്റാക്കി എടുക്കണം. ഇതൊരു ഹൈബ്രിഡ് വൈറ്റാണ്. ഏതാണെന്ന് ചോദിക്കരുത്, കാരണം പൂന വൈറ്റും ഉണ്ടായിരുന്നു, 2 വൈറ്റും ഉണ്ടായിരുന്നു നമ്മളെ കയ്യിൽ. അപ്പോൾ അതേ ഒരു ഇതിൽ 2-3 എണ്ണത്തിലൊക്കെ മാത്രമേ പൂക്കൾ കാണുന്നുള്ളൂ. എല്ലാത്തിലും 1-2 പൂക്കളുണ്ട്. ഇങ്ങനെ അല്ലല്ലോ അത് പൂക്കേണ്ടത്. നമ്മളെ റൂബി റെഡാണ്. എന്തുമാത്രം അടിപൊളിയായിട്ട് വന്നതിൻ്റെ ചെടിയാണെന്നറിയോ. ആകെ 4 പൂവറ്റുണ്ട് ഇതിമേൽ. ഇതാ ഈ ഒരു കാണുന്ന ഈ ഒരു ചെറിയൊരു കൊല പൂക്കൾ മാത്രമേ ഇതിലുള്ളൂ. കാരണം അത്രയും അതമ്പതിച്ച് പോയിട്ടുണ്ട് നമ്മളെ ചെടികളെല്ലാം. ഇത് ബ്ലാക്ക് മരിയ മൊണാലിസയിലെ അതോ ഒന്നാണ്. ഇതിലും 2 പൂക്കളുണ്ട്, എല്ലാത്തിലും 2 പൂക്കളുണ്ട്, അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ചെടിച്ചട്ടി മാറ്റാനുള്ള പരിപാടികളും കാര്യങ്ങളാക്കണം എന്നാണ് നമ്മളൊരാഗ്രഹം. നടക്കുമെന്നറിയില്ല. ഇതൊരു വൈറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. നിങ്ങളൊക്കെ ബൊഗൈൻവില്ല ഇഷ്ടപ്പെടണമല്ലോ കണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. എൻ്റെ ഒരു ഫേവറേറ്റ് ചെടി ഉണ്ടായി, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് 3 സ്റ്റാറാണ്.
3 സ്റ്റാർ ചെറിയൊരു കവർ പ്ലാന്റ് വാങ്ങിയതായിരുന്നു. ആ ചട്ടിയിലൊക്കെ നിന്നിട്ട് ആ ചട്ടിയിൽ വേരോട്ടം കഴിഞ്ഞിടം മുരടിച്ചു പോയിട്ടുണ്ട് പറഞ്ഞ അവസ്ഥയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഈ 3 സ്റ്റാർ പൂ വിരിയണത്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിനായിട്ടുള്ള വളവും കാര്യം കൊടുത്താലല്ലേ അതൊരു ഉഷാറാവുള്ളൂ. ഇതൊരു വെറൈറ്റിയാണ്. ഏതാണെന്ന് പേര് നമുക്കിപ്പോൾ വലിയൊരു ഐഡിയ കിട്ടുന്നില്ല. കാരണം നമ്മൾ ഹൈബ്രിഡിൽ പേര് പറഞ്ഞ് നമുക്ക് വാങ്ങി തന്നെയാണ്. അതുതന്നെയാണ് സംഭവം. എല്ലാത്തിൻ്റെ പേരുകളും നമുക്ക് ജസ്റ്റ് ഓരോ ടൈം എടുത്ത് ഇങ്ങനെ പഠിച്ചു വെക്കണം. ചിലതിൻ്റെയൊക്കെ നമുക്ക് പേര് കാണാതെ തരും. കാരണം അത്രയ്ക്ക് നമ്മൾ ആഗ്രഹിച്ചത്. അതായത് നമ്മൾ ഫസ്റ്റ് വാങ്ങിയത് ഏതാ വെച്ചാൽ അടർണ, മഹാറാണി, ഈ 2 എണ്ണമാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിയത്. അതൊന്നിന് 900 ഒന്നിന് 1000 രൂപ വെച്ചിട്ടാണ് നമ്മൾ അന്ന് വാങ്ങിയത്. ഇത് നമ്മൾ മോൺലൈറ്റ് യെല്ലോ എന്തോണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഇലകൾക്ക് പോലും ഒരു യെല്ലോ ടച്ച് കളറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്. കണ്ട ഇലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവാം എത്ര വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ഇലകൾക്ക്. എല്ലാ ഇലകൾക്കൊന്നും കിട്ടില്ല. ഈ ചെടീൻ്റെ ഒരു മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും വെറൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ചെടി ഫസ്റ്റ് ഒരു റീൽ കണ്ടിട്ട് നമ്മളെ കയ്യിൽ വേണം നന്ന് കരുതിയതായിരുന്നു. അങ്ങനെ വാങ്ങിയ ഒരു ചെടിയാണിത്. കണ്ടില്ല, ഇതിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഒരു ഇലക്കനെ കാണാൻ. ഇതൊരു സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണിത്. സ്ലീപ്പിംഗ് ബ്യൂട്ടി പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു സ്ലീപ്പായിട്ടുള്ള ഒരു തന്നെയാണ്. ഇത്രേ പൂ വിരിയുള്ളൂ ഇതിലേറെ വിരിയില്ല. വേണ്ട കുഞ്ഞ് ഇതിലൊക്കെ പൂക്കളൊന്നുമില്ല. ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾക്കാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ടച്ചുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾക്കിടയിൽ ശ്രദ്ധിച്ചാൽ ഒരു ബ്ലാക്ക് ചെടിയാണ് ഇത് കാണുന്നത്. ഇതും നമ്മൾ കണ്ടേക്കണം, നമ്മളെ കയ്യിൽ ഇത് വേണമെന്ന് തന്നെ കരുതിയിട്ടുണ്ട്. എല്ലാം കാണുമ്പോൾ അത് നമ്മളെ കയ്യിൽ വേണമെന്ന് കരുതി. പക്ഷേ ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ട്. നമുക്ക് എന്തായാലും അത് മാറ്റിയെടുക്കുക തന്നെ ചെയ്യും. ഇതിൽ മണ്ണൊക്കെ അങ്ങോട്ട് ഉറച്ചു പോയിട്ടുണ്ട്. ഇത് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ മഹാറാണി അടർണയാണ്. അത് രണ്ടും നമ്മൾ പോട്ട് മാറ്റിയതായിരുന്നു. അതിൻ്റെ ശേഷം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം പോട്ട് മാറ്റിയത് എന്താ വെച്ചാൽ രണ്ടും അത്യാവശ്യം കുറച്ചും കൂടി വലുപ്പമുള്ളൊരു പോട്ട് ഇവിടെ ഉണ്ടായിന്. അതിക്ക് മാറ്റി നട്ടു എന്നുള്ളൂ. ആ മാറ്റി നട്ടതോടു കൂടി അത്യാവശ്യം നല്ല ഇലകളൊക്കെ തളിർപ്പൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടില്ല, ഇപ്പോൾ വന്ന തളിർപ്പാണ്. ഈ ചട്ടിയിൽ നിന്നും നമുക്ക് ഇനി നമ്മൾ മാറ്റിനൊക്കെ വലിയ ചട്ടി വാങ്ങണം. ഒരു 10 ഇഞ്ച് ചട്ടിയാണ് നമ്മളൊരു ഉദ്ദേശിച്ചത്. ഇതിൽ പൂക്കളും ഇലകളൊക്കെ പോയിട്ടുണ്ടായിന്. കാരണം ഒരു ചെറിയ ചെടിച്ചട്ടിയിലിരുന്ന് ഉണങ്ങാനുള്ളൊരു ടെൻഡൻസി ആയിട്ട് വരാൻ. ഇതും നമ്മളെ സക്കുറ ബെല്ലൊക്കെയാണ്. പിന്നെ ഹവായി വൈറ്റും ഉണ്ട്. ഇത് രണ്ടും നമ്മളിപ്പോൾ തൽക്കാലം ഇങ്ങനത്തെ ഒരു ചട്ടിക്കാണ് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസമായി മാറ്റിയിട്ട് ഇത് രണ്ടും ഇത് തിമൊക്കെ നമ്മൾ കട്ടിങ്സ് ആയിട്ട് പിടിപ്പിച്ചാണ്. ഹവായിയാണ്. ഇതിലൊന്നും ഇലകൾ പോലും ഇല്ല. നമ്മളിപ്പോൾ മാറ്റിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച ആയിട്ടുണ്ട്. ഒരേമാതിരി നമ്മൾ യൂസ് ചെയ്ത ചട്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം അയക്കണം മാറ്റി വെച്ചതിൻ്റെ ശേഷം ഇത്രയും നല്ല തളർപ്പ് ഇലകളൊക്കെ വരുന്നത്. അതിൻ്റെ മുമ്പ് ഒരു ഇലകൾ പോലും ഇല്ലാത്ത കുളത്തിലായിരുന്നു ഇത് വന്നിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ ചെറിയൊരു കട്ടില്ലാത്തൊരു ഇലകളാണ്. കാരണം അത്രയും നല്ലൊരു ഹൈപ്പ് കൊടുത്ത് ഏകദേശം ഒരു ചെറിയ തൈന് തന്നെ നമ്മളൊരു ഏകദേശം 1000 രൂപേൻ്റെ പുറത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. ചെറിയ തൈന് തന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ ഇപ്പോൾ നമ്മൾ പറിച്ചിട്ടാണ്. എന്നാലാണ് ഇതൊരു ചോക്ലേറ്റ് ബ്രൗൺ അറിയേണ്ടതാണ്. അറിയാരം ഹൈബ്രിഡുകളൊക്കെ അറിയണവർക്കുള്ളതാണ്. അങ്ങനെ ചോക്ലേറ്റ് ബ്രൗണിലും ഫസ്റ്റ് ടൈമാണ് പൂ വിരിയണത്. ഒക്കെ നമ്മൾ ലാസ്റ്റായിട്ട് കവർ പ്ലാന്റിൽ ഓരോ കളറും വാങ്ങിയിട്ടുണ്ടായിന്. അതിൽ നമ്മൾ പറഞ്ഞതിൽ മാറിപ്പോയത് ഒരേ ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ഗോൾഡൻ സൺഷൈൻ്റെ പൂക്കളാണ്. ഇത് നമ്മൾ ഫസ്റ്റ് വാങ്ങിയ ഗോൾഡൻ സൺഷൈൻ. അത് അത്യാവശ്യം നല്ല പൂട്ടിട്ടുണ്ട്. അങ്ങനെ ഗോൾഡൻ സൺഷൈനും നല്ല ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിമോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പൂക്കളുണ്ട്. ഇതൊരു വലിയൊരു ചെടിയായിട്ട് തന്നെ വേഗം വന്നിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അത്യാവശ്യം വലിയൊരു ചട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിക്ക് തന്നെ എളുപ്പത്തിനായിട്ട് ഈ വെയിലധികം ഇല്ലാത്ത ആൾക്കാരൊന്നും ബൊഗെയിൻവില്ല നടണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം വെയിലാണ് ഇതിന് ഫസ്റ്റ് ഘടകം. എന്താ വെച്ചാൽ വെയിലാണ്. 2 വെള്ളമാണ്. വെയിലില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടി പൂവിടുകയില്ല. കാരണം അത്രക്ക് ഇതാണ് നമുക്ക് ഉറപ്പ് പറയാം. കാരണം ഈ ചെടി വെയിലുള്ളിടത്താണ് നിൽക്കുള്ളൂ. പക്ഷേ വെയിലുണ്ടായാൽ നമുക്കൊരു വളമയും കാര്യങ്ങളൊന്നും കുറച്ചൊക്കെ ഒന്ന് പൂ വിരിയാൻ വേറെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താണ് ഗൈസ്. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്താൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൂമ്പൊക്കെ നമ്മൾ എന്തിനാണ് നുള്ളിട്ട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ പൂവിടുന്ന കാണുമ്പോൾ നമുക്ക് നുള്ളാൻ ചെറിയൊരു വിഷമം ഉണ്ടാവും. എന്നാലും നുള്ളിയാലാണ് ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് ഇങ്ങനെ എല്ലാതും ഒരുപോലെ വരുള്ളൂ.
അല്ലെങ്കിൽ ഒന്ന് നല്ല ഉഷാറിൽ വരും, ഉഷാറില്ലാത്ത അവിടെ തന്നെ നിൽക്കും, അതുപോലെ ആവും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പരീക്ഷണം ഗ്രാഫ്റ്റിംഗ് തന്നെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ചെടികളൊക്കെ ഒന്നുണ്ട് സെറ്റാക്കിയിട്ട് വന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് സെറ്റാക്കണ്ട. നമ്മളിതൊക്കെ പറഞ്ഞാൽ അന്ന് നട്ട ഈ തടിമരം വേരുപിടിപ്പിച്ചാൽ വെച്ചൊരു സാധാ ഒരു മണ്ണിലും കുറച്ച് കല്ലൊക്കെ പെറുക്കിയിട്ട് കണ്ട് ഒരു വോട്ടാണിത്. വേര് പിടിച്ചോട്ടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ഗ്രാഫ്റ്റും ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെൽത്തി പോട്ട് നമ്മൾ വെറൈറ്റിയാണ്. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് നമ്മൾ ഫസ്റ്റ് ഗ്രാഫ്റ്റിങ്? ഇത് നമുക്കെന്തായാലും പല ആൾക്കാരും ഇത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ കൊടുക്കാൻ കഴിയൂല. കാരണം നമ്മളെ ഫസ്റ്റ് പരീക്ഷണം തന്നെ ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഏകദേശമൊക്കെ ഇതിൻ്റെ തൂമ്പൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നുള്ളിയിട്ടതുകൊണ്ട് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റികളാണ്. ഇത് നമ്മളെ ഹൈബ്രിഡ് തന്നെയാണ്. ഇതിലൊന്നും ഇലകൾ പോലും ഇല്ല, ഒക്കെ ഒരു ഹെൽത്തി അല്ലാതെ തയ്ക്കണമെന്നുള്ളത് നമ്മളിപ്പോഴാണ് ഇത് നമ്മളിങ്ങനെ നടന്നൊന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഇതൊന്നും ഹെൽത്തിയേ അല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പം നമുക്ക് ഇനി ഒന്നായിട്ടൊന്ന് തിരിഞ്ഞ് ഇതിലൊന്നും ആകെ 2 പൂക്കൾ മാത്രമേ ഉള്ളൂ. ചില്ലി റെഡാണ്. ഓരോന്നും ഓരോ അതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊന്ന് ചട്ടിയൊക്കെ മാറ്റണം ഗൈസ്. ചട്ടി മാറ്റണം പറയുന്നുണ്ട് എന്നല്ല, കുറേ മാറ്റണം വിചാരിക്കണം. ഇനി എന്തായാലും അടുത്ത വീഡിയോ ഇടുമ്പോൾ ചട്ടി മാറ്റിയിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ ഫസ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇതൊക്കെ നമ്മളോരോ മൂലൊക്കെ കൊണ്ടുവച്ചതാണ്. ചെറിയൊരു ഒരു ഇഞ്ച് വലുപ്പമില്ലാത്തൊരു ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത്. പക്ഷെ അത്യാവശ്യം അടർന്നാണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ബ്രൂണിങ് ചെയ്തന്ന് കട്ടിങ്സ് കുറേ നട്ട് വെച്ചതായിരുന്നു അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഹെൽത്തിയിട്ടുണ്ട്. ഒരു ഇതിൽ തന്നെ കവറിലങ്ങനെയാണ് കുറേ കട്ടിങ്സാണ് കുത്തിവെച്ചത്. നമ്മൾ 100 കട്ടിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ഒരു 30 പോലെ പിടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അതിൽ പലതും പലർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? ഇതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു ഇത്. പക്ഷെ നമുക്കൊരു ടൈമാണ്, നമ്മൾ വേറെ പരിപാടിയിലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ അതുകൊണ്ട് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്ക് വന്ന് നോക്കിയപ്പോൾ നല്ല സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ചെടി കാര്യങ്ങളിങ്ങനെ പൂക്കൾ ഇരുന്ന ഓരോരോ സംഭവം. എല്ലാ പൂക്കളോടും ഇല്ല കേട്ടോ. പൂക്കളെല്ലാ ചെടികളോടും കാണുമ്പോൾ ഇഷ്ടമാണ്. എല്ലാ ചെടികളും നമുക്ക് തന്നെ വേണം, നമ്മളെ വീട്ടിൽ വേണമെന്നുള്ള ഇത് രണ്ട് തൈയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് കരുതിയിട്ട് ചെടികൾ കണ്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പൈസ ഇറക്കിയതാണ്. എന്തായാലും ഇതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഗ്രാഫ്റ്റ് ചെയ്തതാണ് വെച്ചാൽ നമ്മൾ ചെറിയൊരു കമ്പുമ്പോൾ വെറുതെ ഓരോ ഗ്രാഫ്റ്റ് ചെയ്തതും കട്ടിങ്സ് നട്ടതും എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റായിട്ട് അതിൻ്റെയൊക്കെ കട്ടിങ്സ് നട്ടിൽ കിട്ടിയതാണ്. നമ്മൾ ബ്രൂണിങ് കഴിഞ്ഞ മഴക്കാല ഫസ്റ്റ് നമ്മൾ കുറേ കട്ടിങ്സ് എടുത്താണ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും പൂക്കളിട്ടിട്ടുകൊണ്ട് ഇതെല്ലാം കൂടിയാണ് ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മളെ കുറച്ച് നമ്മളെ അടീനിയം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണിത്. ആകെ അടീനിയം നമ്മളെ ബൊഗൈൻവില്ല മാത്രമേ ഉള്ളൂ പറഞ്ഞില്ല. നമ്മളെ കയ്യിലിപ്പോൾ 3 ഹൈബ്രിഡുകൾ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. നമ്മളെ കയ്യിൽ നിന്നിട്ട് അത്യാവശ്യം കുറേ കാലമായിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 വർഷമായിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്താണ് ഇതൊക്കെ കേട്ടോ. എല്ലാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താണ് ഗൈസ്. അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന്